എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വണ്ടി ഒരു 1500 കിലോമീറ്റർ ആയപ്പോഴേക്കും എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുവിധം കറുപ്പായിട്ടുണ്ട്, നല്ല കറുപ്പായിട്ടില്ല, എന്നാലും ഉണ്ട്, ഒരുവിധം കറുപ്പായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരുന്ന എൻജിൻ ഓയിൽ എന്ന് പറയുന്ന സംഭവം ഈ സാധനമാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. 100 രൂപ 110 രൂപയൊക്കെ ആകത്തുള്ളൂ ഒരു ലിറ്ററിന്. 2040 ഇത് ഞാൻ വാങ്ങിക്കാൻ കാരണം ഫ്ലിപ്കാർട്ടിൽ റിവ്യൂ ഒക്കെ നോക്കുമ്പം എല്ലാവരും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അടിപൊളിയാണ്, സംഭവം സെറ്റാണ്, ഒരു നെഗറ്റീവ് റിവ്യൂ പോലും ഇതിനില്ല. ഞാൻ വിചാരിച്ചു ഇനി പെയ്ഡ് വല്ലതായിരിക്കുന്നത്. ഇപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ വല്ല കൂപ്പണോ മറ്റുള്ള സാധനങ്ങളൊക്കെ വരും. അവർ പറയും 5 സ്റ്റാർ റേറ്റിംഗ് തരുവാണെങ്കിൽ ക്യാഷ് ബാക്ക് 50 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് പരിപാടി. അതൊന്നും ഇല്ലായിരുന്നു ഇതിൻ്റെ കൂടെ. എന്നാലും ഇതിന് ഇത്ര റേറ്റിംഗ് ഉണ്ടല്ലോ. ഞാൻ വാങ്ങിച്ചൊന്ന് ഉപയോഗിച്ച് നോക്കിയതാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഇത് ചേഞ്ച് ചെയ്യുന്ന വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കമൻസ് ഒരുപാട് ഓവർ ഹീറ്റ് ആകുന്നുണ്ട് വണ്ടി, അതേപോലെ തന്നെ എൻജിൻ കംപ്ലൈൻ്റ് ആകും, ഈ രീതിയിലുള്ള ഒരുപാട് മെസ്സേജുകൾ ഉണ്ടായിരുന്നു അതിനകത്ത്, കമൻസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ ഓവർ ഹീറ്റിൻ്റെ ഒരു ഇഷ്യൂ ഒന്നും വന്നിട്ടൊന്നുമില്ല. വണ്ടി നല്ല സ്മൂത്തായിട്ടൊക്കെ പോകുന്നുണ്ട്, നല്ല മൈലേജ്. ഇതിനിപ്പം ഇത് CB ടിസ്റ്ററാണ്, 110 cc ഹോണ്ടയുടെ എഞ്ചിനാണ്. നല്ല മൈലേജ് ഉണ്ട്, ഒരു 65-ന് മുകളിലൊക്കെ സുഖമായിട്ട് കിട്ടും വണ്ടിക്ക്. അപ്പോൾ പ്രശ്നം എവിടെയാണ് പറ്റിയെന്ന് ചോദിക്കുവാണെങ്കിൽ, കഴിഞ്ഞ ദിവസം ഞാൻ എമിഷൻ എടുക്കാൻ പോയപ്പം വണ്ടി പാസ്സാകാൻ കുറച്ച് ബുദ്ധിമുട്ട്, അറ്റപ്പറ്റയാണ് പാസ്സായത്. നോക്കുമ്പം CO2 ലെവലും HCC ലെവലും ഒക്കെ കുറേ കൂടുതലാണ്. ഞാൻ പക്ക മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്ന വണ്ടിയാണ്. 2013 വണ്ടി, പക്ക മെയിൻറ്റെയിൻ ആണ്. ഇതിനകത്ത് CO2 എന്നൊക്കെ പറയുന്ന സാധനം, CO2 അല്ല, കാർബൺ മോണോക്സൈഡ്, CO എന്ന് പറയുന്ന സാധനം വെറും 000 ആയിരുന്നു. അതിനകത്ത് ഒരു പോയിൻ്റ് പോലും ഇല്ലായിരുന്നു ഈ വണ്ടിക്ക്. എമിഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇതാണ് പ്രശ്നം വന്നത്. ഉണ്ടോ, ഒരു 1500 ആയിട്ടില്ല, 1200-350 ഒക്കെ ആയിട്ടുള്ളൂ. ഓയിൽ ഈ കണ്ടീഷനായിട്ടുണ്ട്. ഓവർ ഹീറ്റ് ആകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഈ വണ്ടിക്ക് ഇപ്പം ഓവർ ഹീറ്റ് ആകുന്നുണ്ടോ എന്ന് അറിയാൻ സാധിക്കുന്നില്ല. ഞാനിപ്പം അത്ര ട്രാഫിക്കിൽ ഓടുന്നില്ല. അപ്പോൾ ഞാൻ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു ഇത് എന്തായിരിക്കാം ഇങ്ങനെ വില കുറച്ച് കിട്ടുന്ന കാര്യം. കുറച്ച് എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, നമ്മുടെ നാട്ടിലുള്ള ഈ യൂസ്ഡ് ഓയിൽസ് ഉണ്ടല്ലോ, അതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടല്ലോ, അതെടുത്തുകൊണ്ട് പോയിട്ട് ഫിൽട്ടർ ചെയ്ത് പിന്നെ അതിനകത്തുനിന്ന് ഈ ഗ്രേഡ് മാറ്റി വരുന്ന ഈ സാധനമായിരിക്കണം ഇതെന്നാണ് പറഞ്ഞത്. അതായത് നമ്മുടെ ഇവിടുന്ന് പല വണ്ടികളും വർക്ക്ഷോപ്പുകളൊക്കെ മാറ്റുന്ന എൻജിൻ ഓയിൽ ഇവർ കൊണ്ടുപോയി ഫിൽട്ടർ ചെയ്യും നല്ല രീതിയിൽ. അപ്പോൾ ഇതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആ കളറിലോട്ട് വരും, ഇതിൻ്റെ കാർബണൊക്കെ അങ്ങ് മാറുമ്പം. അങ്ങനെ വരുന്ന സാധനമാണ് ഇതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കളറൊക്കെ നല്ല അടിപൊളിയാണ്, നല്ല അടിപൊളി കളറൊക്കെ ഉള്ള സംഭവമാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സ്മെല്ലും ഏതാണ്ടൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആൾക്കാരിങ്ങനെ റിവ്യൂ കൊടുക്കുന്നതെന്ന് മനസ്സിലായില്ല. എന്തായാലും ഞാനിത് ഒരെണ്ണം വാങ്ങിച്ചുള്ളൂ. പണി നമ്മൾക്കിനി എൻജിൻ ഓയിൽ കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് എൻജിൻ ഓയിൽ മാറ്റുകയാണ്. ഞാൻ പുതിയത് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കാസ്ട്രോളിൻ്റെ ആയിരുന്നു, 2040 ആണ്. പിന്നെ 125 cc വരെയുള്ള വണ്ടിക്ക് 2050 ഉപയോഗിക്കുക. 1030 എല്ലാവരും ഉപയോഗിക്കുന്നത് കാണുന്നുണ്ട്. 1030 സ്കൂട്ടിക്കായിരിക്കും നല്ലത്. നമ്മുടെ ബൈക്കുകൾക്ക് 2040 ആണ് നല്ലത്. ലോങ് ഒക്കെ ഓടും, നല്ല വണ്ടി ഹീറ്റാണ്, നല്ല ഒരു 50 കിലോമീറ്റർ കഴിയുമ്പോൾ ലോങ് ഒക്കെ ഓടുമ്പം 1030 ആണെങ്കിൽ ഭയങ്കര നോയ്സ്, ഇതിൻ്റെ ടാപ്പറ്റൊക്കെ അടിക്കുന്ന സൗണ്ട്, എൻജിൻ്റെ നോയ്സ് കൂടുന്നുണ്ട്. 2040 ഉപയോഗിച്ചപ്പോഴാണ് നല്ലൊരു സ്മൂത്തിലോട്ട് വന്നത്. അതേപോലെ തന്നെ യൂസർ മാനുവലിൽ അതാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾ 1030 കൊണ്ടുപോയി ഒഴിക്കാതിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇതിൻ്റെ വില 420 MRP. കടയിൽ ഒരു 400 രൂപയ്ക്ക് കിട്ടും, പക്ഷേ ഫ്ലിപ്കാർട്ടിൽ 370 രൂപയ്ക്ക് കിട്ടി. 900 ml. ഇതിൻ്റെ ഓയിൽ കപ്പാസിറ്റി 900 ml ആണ്. 800 ഒഴിച്ചാലും മതി, 900 ആണ് മാക്സിമം. അപ്പോൾ ഇമാതിരിയുള്ള ഉടായ്പ സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കാം. പലർക്കും അറിവില്ലായ്മ കൊണ്ടായിരിക്കും 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ടായിരിക്കുന്നത്.